നമസ്കാരം. ജനുമാഷാണ്. മലയാളം പഠിക്കാം. 10-10 ഭാഗം നമ്പർ 17 ഏവർക്കും സ്വാഗതം. പപ്പുവും ലക്ഷ്മിയും കേന്ദ്ര കഥാപാത്രങ്ങളായ പ്രശസ്ത നോവൽ ഏത് എന്ന ഒന്നാമത്തെ ചോദ്യം. ശരി ഉത്തരം ഓടയിൽ നിന്ന് ആണ്. ബാല്യകാല സഖിയിൽ സുഹ്റയും മജീദുമാണ്. ഒരു ദേശത്തിൻ്റെ കഥയിൽ ശ്രീധരനാണ്. രണ്ടിടങ്ങഴിയിൽ കോരനും ചിരുതയുമാണ്. ചെമ്മീനിൽ കറുത്തമ്മയും പളനിയുമാണ്. 2 വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ വിഷകന്യക എന്ന നോവൽ ആരെഴുതി? ഉത്തരം എസ് കെ പൊറ്റക്കാടാണ്. പി വത്സരയുടെ നെല്ല്, ആഗ്നേയം, കൂമൻ കൊല്ലി എന്നിവയും കെ ജെ ബേബിയുടെ മാവേലി മണ്ഡപവും മനീഷ് മുഴക്കുന്നിൻ്റെ കീളുവാരങ്ങളും ഷീല ടോമിയുടെ വല്ലിയും വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട പ്രശസ്ത നോവലുകളാണ്. 3 നൈനിറ്റാളിൻ്റെ പശ്ചാത്തലത്തിൽ ബോധധാരാ സമ്പ്രദായത്തിൽ എഴുതപ്പെട്ട MT കൃതി ഏത്? ശരി ഉത്തരം മഞ്ഞ് ആണ്. വിമലാദേവി, സുധീർ കുമാർ മിശ്ര, ബുദ്ധു, സർദാർജി ഇവരൊക്കെയാണ് മഞ്ഞിലെ പ്രധാന കഥാപാത്രങ്ങൾ. 4 എഴുത്തച്ഛൻ്റെ ജീവിതം പ്രമേയമാക്കി C രാധാകൃഷ്ണൻ എഴുതിയ നോവൽ ഏത്? ശരി ഉത്തരം തീക്കടൽ കടഞ്ഞ് തിരുമധുരം ആണ്. സ്പന്ദമാപിനികളെ നന്ദി, മുൻപേ പറക്കുന്ന പക്ഷികൾ തുടങ്ങിയവയെല്ലാം C രാധാകൃഷ്ണൻ്റെ നോവലുകളാണ്. 5 ബഷീറിൻ്റേതല്ലാത്ത കഥാപാത്രം. മണ്ടൻ മുത്തപ്പ, ആനവാരി രാമൻ നായർ, പൊൻകുരിശ് തോമ, നത്തുദാമു എന്നീ ഉത്തരങ്ങളിൽ ശരിയായ ഉത്തരം നത്തുദാമു ആണ്. നത്തുദാമുവും കൊടക്കാൽ ബാലനും എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥയിലെ കഥാപാത്രങ്ങളാണ്. 6 കാക്കനാടൻ സൃഷ്ടിച്ച മനു എന്ന കഥാപാത്രം ഏത് നോവലിലാണ്? ശരി ഉത്തരം അജ്ഞതയുടെ താഴ്വര ആണ്. ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമുള്ള അജ്ഞതയാണ് പാപം എന്ന പ്രമേയമാണ് മനു എന്ന കഥാപാത്രം ഈ നോവലിലൂടെ വിശദമാക്കുന്നത്. 7 ഖസാക്കിൻ്റെ ഇതിഹാസം, ധർമ്മപുരാണം, ഗുരുസാഗരം, മധുരം ഗായതി തുടങ്ങിയ പ്രശസ്ത നോവലുകൾ എഴുതിയ OV വിജയൻ്റെ സ്മാരകം ഏത് ജില്ലയിലാണ് എന്ന ചോദ്യത്തിൻ്റെ ശരി ഉത്തരം പാലക്കാട് എന്നാണ്. 8 മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിൻ്റെ 2ാം ഭാഗം ഏത്? കൊടുത്തിരിക്കുന്ന ഉത്തരങ്ങളിൽ കേശവൻ്റെ വിലാപങ്ങൾ, പ്രവാസം, കുട നന്നാക്കുന്ന ചോയി, നൃത്തം ചെയ്യുന്ന കുടകൾ, ദൈവത്തിൻ്റെ വികൃതികൾ, നിങ്ങൾ, ഏഞ്ചൽ മേരിയിലേക്ക് 100 ദിവസം ഇവയെല്ലാം M മുകുന്ദൻ്റെ നോവലുകളാണ്. ശരി ഉത്തരം ദൈവത്തിൻ്റെ വികൃതികൾ ആണ്. മഗ്ഗി മദാമ്മയും അൽഫോൻസ് അച്ഛനുമാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. ദയാവധം പ്രമേയമാകുന്ന പ്രഥമ മലയാള നോവലാണ് നിങ്ങൾ. അതും M മുകുന്ദൻ എഴുതിയതാണ് എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. 9 മരണ സർട്ടിഫിക്കറ്റ്, ഗോവർദ്ധൻ്റെ യാത്രകൾ, മരുഭൂമികൾ ഉണ്ടാവുന്നത്, ആൾക്കൂട്ടം ഇവയൊക്കെ എഴുതിയ ആനന്ദിൻ്റെ ശരിയായ പേര് എന്ത് എന്ന ചോദ്യത്തിൻ്റെ ശരി ഉത്തരം P സച്ചിദാനന്ദൻ ആണ്. PC കുട്ടിക്കൃഷ്ണൻ ഉറൂബും PC ഗോപാലൻ നന്ദനാരുമാണെന്ന് ഓർമ്മിക്കുമല്ലോ. 10 ബിരിയാണി എന്ന ചെറുകഥ ആരെഴുതി? ശരി ഉത്തരം സന്തോഷ് ഏച്ചിക്കാനം ആണ്. ഏച്ചിക്കാനത്തിൻ്റെ കൊമാല മറ്റൊരു പ്രഖ്യാത ചെറുകഥയാണ്. മലയാളം മാഷ് ബ്ലോഗിലും @ജനുമാഷ് എന്ന യൂട്യൂബ് ചാനലിലും കൂടുതൽ വിവരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. നന്ദി.